ഹായ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. ഇന്ന് നമ്മൾക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ മാസം ലണ്ടനിൽ പോയിരുന്നു. ശരിക്കും ഞങ്ങൾ ലണ്ടനിൽ പോയിരുന്നു കേട്ടോ. അതെങ്ങനെയാണെന്ന് ഇംഗ്ലീഷിൽ പറയുക? ലാസ്റ്റ് മന്ത് വി വെൻ ടു ലണ്ടൻ. ലാസ്റ്റ് മന്ത് വി വെൻ ടു ലണ്ടൻ. കഴിഞ്ഞ മാസം ഞങ്ങൾ ലണ്ടനിൽ പോയിരുന്നു. ഇവിടെ പോകുക എന്നുള്ളതിന് ഗോയാണ്. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ടെൻസ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് പോയി കഴിഞ്ഞല്ലോ. സോ നമ്മൾ ഗോയ്ക്ക് പകരം ഗോയുടെ പാസ്റ്റ് ടെൻസ് ആയ വെൻറ്റ് യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ലാസ്റ്റ് മന്ത് വി വെൻ ടു ലണ്ടൻ എന്ന് പറഞ്ഞത്. ഇനി എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്നലെ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അപ്പോൾ ലാസ്റ്റ് വീക്ക് വി വെൻ ടു ദ റെസ്റ്റോറൻറ്റ്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു എന്ന് നമ്മളൊരു ഫ്രണ്ടിനോട് പറയുകയാണ്. ലാസ്റ്റ് വീക്ക് വി വെൻ ടു ദ റെസ്റ്റോറൻറ്റ്. ഇവിടെയും ഗോയുടെ പാസ്റ്റ് ടെൻസ് ആയ വെൻ്റ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് മിസ്സസ് സോണിയയെ കണ്ടു. സോ എങ്ങനെയാണ് പറയുന്നത്? ലാസ്റ്റ് വീക്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി അവിടെ വെച്ചിട്ട് മിസ്സസ് സോണിയയെ കണ്ടു. ലാസ്റ്റ് വീക്ക് വി വെൻ ടു ദ റെസ്റ്റോറൻറ്റ് വെയർ വി മെറ്റ് മിസ്സസ് സോണിയ ഓർ വെയർ വി സോ മിസ്സസ് സോണിയ. ഒന്നും കൂടി ഞാൻ പറയാം. ലാസ്റ്റ് വീക്ക് വി വെൻ ടു ദ റെസ്റ്റോറൻറ്റ് വെയർ വി സോ മിസ്സസ് സോണിയ. കഴിഞ്ഞ ആഴ്ച റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ട് സോണിയയെ കണ്ടുമുട്ടി. ഇത് രണ്ടും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. അതായത് കഴിഞ്ഞ ആഴ്ചയാണ് റെസ്റ്റോറൻറ്റിൽ പോയത്, കഴിഞ്ഞ ആഴ്ചയാണ് സോണിയയെ കണ്ടുമുട്ടിയത്. അപ്പോൾ രണ്ടും പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയി. ഇത് രണ്ട് സെൻറ്റൻസാണ്. ഇതിനെ നമ്മൾക്കൊന്ന് സിംഗിൾ സെൻറ്റൻസ് ആക്കി ചെയ്തു നോക്കാം. യെസ്റ്റർഡേ ഐ സോ മൈ ഫ്രണ്ട് ആൻഡ് വി വെൻ ടു എ ഷോപ്പ് ടുഗെദർ. യെസ്റ്റർഡേ ഐ സോ മൈ ഫ്രണ്ട് ആൻഡ് വി വെൻ ടു എ ഷോപ്പ് ടുഗെദർ. അവിടെ ആദ്യത്തെ സെൻറ്റൻസിൽ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു ഇന്നലെ. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച്, അതുകൊണ്ടാണ് അവിടെ വി വന്നത്. ഞങ്ങൾ ഒന്നിച്ചൊരു ഷോപ്പിങ്ങിന് പോയി അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി. അതാണ് വി വെൻ ടു എ ഷോപ്പ് ടുഗെദർ. ആദ്യം നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു, നെക്സ്റ്റ് രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്തു. ഇനി ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ 3 സെൻറ്റൻസ് ജോയിൻ ചെയ്തിട്ട് അതിൽ നമ്മൾ ഇംഗ്ലീഷിലേക്ക് പറഞ്ഞു നോക്കുകയാണ്. ഇന്നലെ ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അവിടെ വെച്ചിട്ട് ഞാൻ എൻ്റെ കസിനെ കണ്ടു. അവിടെ നിന്ന് ഞങ്ങൾ 2 പേരും കൂടി ഒരു തിയേറ്ററിൽ പോയി, ഒന്നിച്ചു പോയി. ഇതിനെ നമ്മൾക്ക് ഈ 3 സെൻറ്റൻസിനെ സിംഗിൾ സെൻറ്റൻസ് ആക്കി പറയണം. നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇന്നലെ ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയി. യെസ്റ്റർഡേ ഐ വെൻ ടു ദ റെസ്റ്റോറൻറ്റ് വെയർ ഐ സോ മൈ കസിൻ. വി വെൻ ടു ദ തിയേറ്റർ ടുഗെദർ. ഞാൻ ഒന്നും കൂടി പറയാം. Yesterday, I went to the restaurant where I saw my cousin. We went to the theatre together. അപ്പോൾ 3 സെൻറ്റൻസസ് വരെ ഇതുവരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചു. ഇതെല്ലാം നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസാണ്. നിങ്ങൾ ഇതേപോലെ ഓരോ സെൻറ്റൻസ് മലയാളത്തിൽ പറയുമ്പോൾ അതിനെ ജസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വരുന്നവരെ Thank you for watching and bye bye.